കേരളത്തിൽ നിന്നും, അതായത് ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നും അമേരിക്കയിൽ വന്ന് ടെക്കിയായ ഒരു ചെറുപ്പക്കാരനോടാണ് ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇന്ത്യയിലെ ജിയോ പൊളിറ്റിക്കൽ, ഇന്ത്യയിലെ സാഹചര്യം, ഏത് രീതിയിലുള്ള ഫ്രണ്ട്സാണ് ഇന്ത്യയുമായിട്ടും ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ പല യൂത്ത്സിനും ചില കാര്യങ്ങളെ പറ്റിയൊക്കെ പിടികിട്ടും. ഒരു ചെറിയൊരു ബയോപിക് രീതിയിലാണ് ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങളും ഉത്തരവെല്ലാം. വെൽക്കം ടു ഷോ. നമസ്കാരം. താങ്ക് യു. ഇതിനൊരു കാര്യം ചെയ്യട്ടെ. ഇതിൽ വളരെ കാലം ജെറ്റ് എയർവേസിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ കിട്ടിയ അനുഭവം എന്തോ? ജെറ്റ് എയർവേസിൽ എൻ്റെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് പീപ്പിൾ മാനേജ്മെൻ്റ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ എക്സ്പോഷർ. കാരണം ഞാനൊരു ഫ്രണ്ട് ഫേസിങ് ആയിരുന്നു. അവർ ഫ്ലൈറ്റ് സ്റ്റുവർഡ് ആയിരുന്നു. ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നത് കസ്റ്റമേഴ്സിനെ ആയിരുന്നു. അപ്പോൾ ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ്, കസ്റ്റമർ സർവീസ്, ഈ ഒരു ഏരിയ ആയിരുന്നു എൻ്റെ കീ ഫോക്കസ്ഡ് ആയിരുന്നു. പിന്നെ ലേറ്റർ ഓഫ് ലീഡർഷിപ്പ് സ്കിൽസ് അതിലേക്കൊക്കെ പോയി മോസ്റ്റ്ലി ഈ പറഞ്ഞ 3 ഏരിയയിലായിരുന്നു ഞാൻ മാനേജ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ. അതായത് ഒരു ഫ്ലൈറ്റിൽ ഒരു 200 അല്ലെങ്കിൽ 300 പേര് വരും. അതിൽ കാറ്റഗറി എ കാണും, കാറ്റഗറി ബി കാണും, കാറ്റഗറി സി കാണും. അതായത് ഞാൻ ഉദ്ദേശിച്ച ആളുകളുടെ വ്യക്തിത്വമാണ് പറഞ്ഞത്. ആളുകൾ പല രീതിയിലും പല സിറ്റുവേഷൻസിനെ അവർ പല സിറ്റുവേഷൻസ് വരും. അതിനെ അവരെ ഡീൽ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അവരുടെ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അല്ലേ. ഫ്ലൈറ്റ് ഡിലേ ആയിക്കഴിഞ്ഞാൽ ചിലർ ദേഷ്യപ്പെടും, ചിലർ സൗമ്യമായിട്ട് ഓക്കെ വി ക്യാൻ ഡീൽ വിത്ത് ദാറ്റ്, ചിലർ ഒരു മിഡിലായിരിക്കും. അപ്പം ആ ഒരു ആളുകളുടെ വ്യക്തിത്വം, ഒരു സിറ്റുവേഷൻ എങ്ങനെ ആൾക്കാർ പല രീതിയിലും ഡീൽ ചെയ്യുന്നതിനെ മനസ്സിലാക്കിയത് ആ ഒരു എക്സ്പോഷർ ഉണ്ട്. കാരണം പല ആളുകളും നമ്മൾ ഡെയിലി കാണുന്നതാണല്ലോ. അവിടുന്ന് എനിക്ക് കിട്ടിയ സ്കിൽ ഈ 3 തീർച്ചയായിട്ടും. അപ്പം അത് കഴിഞ്ഞ ശേഷം അമേരിക്കയിലോട്ട് വരുന്നു. തീർച്ചയായിട്ടും. അതായത് താങ്കൾക്ക് ടെക്കിയും ഒന്നും അല്ല, ഒരു +2 കഴിഞ്ഞിട്ടാണ് അമേരിക്ക വരുന്നത്. ഉറപ്പായിട്ടും ജെറ്റ് എയർവേസിന്റെ ഒരു പരിചയം അതിനകത്ത് താങ്കൾക്ക് ആഡഡ് വാല്യൂ തന്നെയാണ്. അതിനുശേഷം താങ്കൾ ഇവിടെ ഗുജറാത്തിയുടെ ഒരു കടയിലായിരുന്നു, ഒരു സ്റ്റോറിലായിരുന്നു ജോലി. ഈ ഗുജറാത്തികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ് താങ്കൾക്ക് പിടികിട്ടുന്നത്? ഓക്കെ, ഞാനിവിടെ US വന്നപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു ഫ്യൂ മന്ത്സ് ബിഫോർ. ഒക്കെ ഇവിടെ വന്നു സെയിം ലൈക്ക് എവറി വൺ. നമ്മളൊരു ബ്ലൂ കളർ ജോലിയാണ് ആദ്യം നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇക്കോണമി മനസ്സിലായി. ദിസ് കൺട്രി ഈസ് ഫോർ സ്കിൽ. ഓക്കെ, നമ്മൾ ഈ പീപ്പിൾ സ്കിൽ, വാട്ട് എവർ സ്കിൽസ് യു കോൾ അസ്, കോൺഫിഡൻസ് സ്കിൽ, നോട്ട് ഗോയിങ് ടു വർക്ക് ഹിയർ. ഓക്കെ, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ സ്കില്ലാണ്. അങ്ങനെ ഒരു 2 മാസം കൊണ്ട് മനസ്സിലാക്കി ദീസ് കൺട്രീസ് ഫോർ സ്കിൽ പീപ്പിൾ. ദെൻ ഐ ടോക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഓക്കെ, എനിക്ക് തന്നെ എൻ്റെ ന്യൂനത മനസ്സിലാക്കി. ഞാൻ ദെർ ഈസ് സംതിങ് ലാക്കിംഗ് ഇൻസൈഡ് മീ. ഐ നീഡ് ടു ഷാർപ്പൻ മൈ സ്കിൽസ്. ദെൻ ഐ ടോക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ബട്ട് സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞാൽ പോലും വി നീഡ് ടു സ്റ്റാർട്ട് ഫ്രം സംവർ. നമുക്ക് വി നീഡ് ടു കീപ് ദ ഇൻകം കമ്മിങ്. നമുക്ക് ഫാമിലി ഉണ്ട്. സോ ഞാൻ അങ്ങനെ ഗുജറാത്തിൻ്റെ കൂടെ കൂടി. എന്തുകൊണ്ട് ഗുജറാത്തി എന്ന് ചോദിച്ചാൽ ഐ ആം ഫ്ലുവൻ്റ് ഇൻ ഹിന്ദി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഐ വാസ് കോൺഫിഡൻ്റ് ആയിരുന്നു. ഐ വാസ് മോർ ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിന്ദിയിൽ. അതുകൊണ്ടായിരുന്നു ഞാൻ ഇവരുടെ കമ്മ്യൂണിറ്റി ചെന്ന് പെട്ട്. സോ ഐ വാസ് വർക്കിംഗ് വിത്ത് ഹിം. ഓക്കെ, അങ്ങനെ സോ ദാറ്റ്സ് വെയർ അബൌട്ട് ഐ ലേൺ ദിസ് ബിസിനസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബിസിനസ്സുകാർ ആരാണ്? അംബാനി, അദാനി, വിച്ച് വർ ലൈക്ക് മോഡി യു കോൾഡ് ആസ്, ലൈക്ക് ലളിത് മോഡി, നീരവ് മോഡി. They are the top. 1% income belongs to Gujaratis. So there is something good in them. Either in terms of business ചെയ്യുന്നതിലോ whatever it is, there is something different compared to other community. അവിടെ ഞാൻ അവിടുന്ന് പഠിക്കുമായിരുന്നു ഈ ബിസിനസ് എങ്ങനെയായിരുന്നു ചെയ്യുക എന്നുള്ളത്. സോ അവിടെ തുടങ്ങിയപ്പോൾ മൈ സ്റ്റോർ ഓണർ അദ്ദേഹം എനിക്ക് ഹീ സ്റ്റാർട്ട് പുട്ടിങ് അഡീഷണൽ വർക്ക് ഓൺ മീ. ഓക്കെ, ഇനീഷ്യലി ഞാനൊരു ക്യാഷ്യർ ആയിരുന്നു. പിന്നെ എനിക്ക് ഇൻവെൻട്രി മാനേജ് ചെയ്യുക, ദെൻ അദ്ദേഹം സ്റ്റോക്ക് മാനേജ് ചെയ്യുക, ദെൻ അദ്ദേഹം ബില്ലുകൾ മാനേജ് ചെയ്യുക, ഹൗ ടു പേ ദ സപ്ലൈസ്, ദെൻ ഓർഡറിങ് എനിക്ക് കൊടുക്കും. സോ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, യു ആർ എ ക്യാഷ്യർ, ഞാൻ നമുക്ക് അഡീഷണൽ ജോലി തരുന്നത് നിന്നെ ബർഡൻ ചെയ്യാനല്ല, ഐ ആം ടീച്ചിങ് യു ഹൗ ടു റൺ എ ബിസിനസ്. ഓക്കെ, നീ നാളെ ഒരു പക്ഷേ ഈ ഫീൽഡിൽ നിൽക്കും, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, പക്ഷേ കിട്ടുന്ന സമയം വ്യക്തമായി ഉപയോഗിക്കുക. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നാളെ ഒരു പക്ഷേ യു ഓക്കെ, നാളെ ഒരു കാലം നിങ്ങൾക്ക് പറയണം ഓക്കെ നിനക്ക് സ്വന്തമായിട്ട് ഒരു കടകൾ തുടങ്ങണം. ഓക്കെ, യു ഹാവ് എവറിത്തിങ്, യു നോ വേർ ടു പർച്ചേസ് ദിസ് ഫ്രം. വില ഏത് വിലയ്ക്ക് വാങ്ങണം, ഏത് വില കൊടുക്കണം, ഏത് കസ്റ്റമർ എങ്ങനെ കൊടുക്കണം എന്നൊക്കെയാണ് പുള്ളി എനിക്ക് പഠിപ്പിച്ചത്. അതൊക്കെ റിയൽ ടൈം എക്സ്പോഷറാണ്. അതെനിക്ക് അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ ഞാൻ ഇവരെ കമ്മ്യൂണിറ്റിയിലേക്ക് കുറേ കൂടി ഇൻവോൾവ്മെൻറ്റ് ബിക്കോസ് ഐ നോ ദ ലാംഗ്വേജ്. ഓക്കെ, ദേ സ്പീക്ക് ഹിന്ദി മോസ്റ്റ്ലി. ഓക്കെ, അപ്പോൾ അവരെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലായത് ദേ ഡിസ്കസ് മോസ്റ്റ്ലി ദ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, ഓപ്പർച്യൂണിറ്റീസ് ദ ലോക്കൽ മാർക്കറ്റിൽ, വാട്ട്സ് ഹാപ്പനിങ് ദ ലോക്കൽ മാർക്കറ്റ്, എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം, ബിസിനസ്സിൽ വരുന്ന ചലഞ്ചസിനെ എങ്ങനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം. അവിടെ നിന്ന് ഞാൻ അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. വലിയൊരു എക്സ്പോഷർ ആയിരുന്നു അത്. അപ്പൊ ഈ ബിസിനസ്സിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻവെന്ററി എങ്ങനെയാണ്,
ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം, എങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്? ഇവിടെ വരുന്നതിന് മുമ്പ് ഐ ഹാവ് സീറോ എക്സ്പോഷർ ടു ദിസ് കൈൻഡ് ഓഫ് ഈ ഒരു ബിസിനസ് ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. 30% പ്രോഫിറ്റ് ആണ് നമുക്ക് എന്ത് വിറ്റാലും കിട്ടും. ഇപ്പോൾ ഇതൊരു കോഫിയാണ്, ഓക്കെ, ഇപ്പം ഇതിൽ 30% നമുക്ക് കിട്ടണം. അതിന് 10% കൊണ്ടാണ് നമ്മൾ നമ്മുടെ റെൻറ്റ്, എംപ്ലോയി, പിന്നെ ഇൻഷുറൻസ്, ഒരു ബാക്കി വരുന്ന ലയബിലിറ്റി, യൂട്ടിലിറ്റി ഒക്കെ മാനേജ് ചെയ്യണം. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു 15% പ്രോഫിറ്റ് നമുക്ക് കിട്ടിയേ പറ്റൂ. അതായത് ഒരു 10 രൂപയുടെ സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് 3 രൂപയെങ്കിലും കയ്യിൽ കിട്ടണം. അതിൽ നിന്നായിരിക്കണം നമ്മുടെ എല്ലാ എക്സ്പെൻസ്. ഈ 3 രൂപ കൊണ്ടായിരിക്കണം നമ്മളെല്ലാം ചെയ്തു തീർക്കുന്നത്. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നത്. കാരണം നമുക്ക് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് മാക്സിമം നമുക്ക് 25% പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റും. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് പോകുമ്പോൾ കയ്യിൽ നിന്ന് ബിസിനസ് പോയി എന്ന് പറയില്ലേ, അത് ഞാൻ പഠിച്ചു. 25% താഴെ നമുക്ക് പോയി കഴിഞ്ഞാൽ വി വിൽ ഗോ ഓൺ ലോസ്. 1-2 പ്രോഡക്റ്റ് ഓക്കെ നമുക്ക് നമ്മൾ സെയിലാക്കി വെക്കുന്നില്ല, ടു ജസ്റ്റ് ഗെറ്റ് അട്രാക്ട് പീപ്പിൾ, അതൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഹോൾ ഇൻവെൻട്രി വി കനോട്ട് സെൽ ലെസ് ദാൻ 30%. ഇഫ് ഇറ്റ് ഗോസ് ഓൺ വിൽ ബി എൻ എ ബിഗ് ലോസ്. അപ്പോൾ ഇതാണ് റീറ്റെയിലിംഗ് മാർക്കറ്റിനെ പറ്റി താങ്കൾക്ക് അഭിപ്രായമുള്ളത്, ഇതാണ് ഇവിടുത്തെ ബിസിനസ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി യെസ്. അപ്പം മറ്റൊരു കാര്യം, അപ്പം താങ്കൾ പറഞ്ഞു സ്കില്ലാണ് ഇവിടുത്തെ പ്രാധാന്യം. താങ്കൾ ഒരു വലിയൊരു മേക്ക് ഷിഫ്റ്റ് നടത്തി സ്കില്ലിലോട്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്? ഓക്കെ, സോ ഇവിടെ സ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സ്കില്ലൊക്കെ കോളേജിൽ നിന്ന് കിട്ടും. ഇപ്പം നമ്മൾ ബി.ടെക് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് മെക്കാനിക്കലോ ഐ.ടിയോ ഇലക്ട്രിക് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ദേ ഹാവ് സം സ്കിൽ. ബട്ട് റിയൽ ടൈം എക്സ്പോഷർ വേണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ലൈക്ക് നമ്മൾ ബി.ടെക് പഠിച്ചു 4 വർഷം പഠിച്ചു, നോ, ദേ വോണ്ട് ഗിവ് യു. ഫ്രം ഡേ 1 മുതൽ ദേ ആർ എക്സ്പെക്ടിങ് യു പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമുക്കൊരു മാനേജറുടെ കീഴിൽ ഒരു 4 എംപ്ലോയി മാനേജ് വിൽ മൈക്രോ മാനേജ് ലൈക്ക് നോ. ഇവിടെ അങ്ങനെ സംഭവമല്ല. നീ വെദർ യു എംപ്ലോയി യുവർ മാനേജർ സൂപ്പർവൈസർ ഡസൻറ്റ് മാറ്റർ, പ്രൊഡക്ടിവിറ്റി റിമെയിൻ സെയിം. സൂപ്പർവൈസറുടെ ജോലി എന്ന് പറയുന്നത് മൈക്രോ മാനേജ്മെന്റ് അല്ല. സൂപ്പർവൈസർ ഇസ് ജസ്റ്റ് ലൈക്ക് എ പൊസിഷൻ ദാറ്റ് ഇൻ ടു മാനേജ് യുവർ അതർ ഡീറ്റെയിൽസ്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതായത് നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് കോവർക്കേഴ്സ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, HR ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ ബെനിഫിറ്റുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതാണ് സൂപ്പർവൈസർ മാനേജ് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, നീ ജോലി ചെയ്യുന്നുണ്ടോ, നീ സമയത്ത് വരുന്നുണ്ടോ, ഇതൊന്നും സൂപ്പർവൈസർ ജോലിയല്ല. ഹാവ് ടു ബി ഓൺ യുവർ ഫീറ്റ് ഫ്രം ഡേ 1. ഓക്കെ, നിന്നെ ഹയർ ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നിനക്ക് അറിയാം നിന്റെ എന്താണ് ഡേ ടു ഡേ ആക്ടിവിറ്റി. സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അപ്പോൾ സ്കിൽ അവിടെ പറഞ്ഞു. ഇവിടെ സ്കിൽ എന്ന് പറയുന്നത് റിയൽ ടൈം സ്കില്ലാണ്. അതെങ്ങനെ കിട്ടും? ഇവിടെ ടു ഇന്റേൺഷിപ്സ്. ഇന്ത്യയിൽ അതില്ല. അവിടെ ഇന്റേൺഷിപ്സുകൾ 3ാമത്തെ വർഷം മുതൽ കോളേജിൽ ഇന്റേൺഷിപ്സ് കുട്ടികൾ പിക്കപ്പ് ചെയ്ത് തുടങ്ങും. സമ്മർ ഇന്റേൺഷിപ്സിൽ, വിന്ററിനൊക്കെ ഇന്റേൺഷിപ്സ് ഉണ്ട്. 4ാമത്തെ വർഷം കുട്ടികൾ പാർട്ട് ടൈം ഫുൾ ടൈം ഇന്റേൺഷിപ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ സ്കൂൾ കരിക്കുലം അല്ല, കോളേജ് കരിക്കുലം എന്ന് പറയുന്നത് കോളേജ് പാർട്ട് ടൈം, ജോലി പാർട്ട് ടൈം ആണ് ഫൈനൽ ഇയർ. അപ്പോൾ ലാസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും കുട്ടികൾ ആ ഏരിയയിൽ, ഇപ്പം ഞാനുള്ള ഏരിയയിൽ എന്തൊക്കെ ഫാക്ടറി ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ബിസിനസ് ഉണ്ടോ, ഇലക്ട്രിക്കൽ കമ്പനി ഉണ്ടോ, ആ കമ്പനിക്ക് വേണ്ട സ്കില്ലുകൾ അവിടുത്തെ കുട്ടികൾക്കുണ്ട്. അപ്പം അവർക്ക് നമ്മുടെ നാട്ടിൽ പോലെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ അല്ലെങ്കിൽ ഡൽഹിക്ക് വേണ്ടി ട്രെയിൻ കയറി പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടെ ഇവിടുത്തെ കുട്ടികളൊക്കെ വേറെ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ടോ എന്ന് കോളേജിൽ നിന്ന്. അവർ ഇവിടെ തന്നെ നിൽക്കും, വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരും. ദേ സേവിങ് മണി, ദേ സേവിങ് ദെയർ ടൈം. ഇതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ്. സ്കിൽ വിൽ ബി ഡെവലപ്പ് ഫ്രം കോളേജ് ഇറ്റ്സെൽഫ്. താങ്കളുടെ രീതിയിലോട്ട് അതിനുശേഷം താങ്കൾ ടെക്കി ആകാൻ ശ്രമിച്ചു. ഏത് രീതിയിലാണ് താങ്കൾ തുടക്കം ഉണ്ടായത്? ഓക്കെ, ഈ ടെക്കി എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമേരിക്കയിൽ ആളുകൾ കൂടുതൽ വരുന്ന H1B1 വിസ. That's when I had a moment, okay, what is inside me, like why I'm not able to get a job. Then I realized that everybody is coming as a techie here. സോ അങ്ങനെ ഞാൻ എൻ്റെ ഹാഡ് എ ഫ്രണ്ട് സർക്കിൾ ബാക്ക് ഇൻ ഇന്ത്യ. ഓക്കെ, അവരോട് ഞാനൊരു കൺസൾട്ട് ചെയ്തു. നോ, ദിസ് ഇസ് മൈ സിനാരിയോ, സംബഡി ക്യാൻ ഹെൽപ്പ് മീ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, സിൻസ് യു ആർ ഇൻ US, യു ഹാവ് എ ഗ്രീൻ കാർഡ്, ഓക്കെ, one thing you can do, ലേൺ സംതിങ് ലൈക്ക് എ സോഫ്റ്റ്വെയർ കൈൻഡ് ഓഫ് തിങ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടെക്കി ഫീൽഡിലേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ദാറ്റ് ഹാസ് നീഡ് ലൈക്ക് എ വെരി ലെസ് എമൗണ്ട് ഓഫ് കോഡിങ് സ്കില്ലില്ല. അങ്ങനെ ഒരു ബിസിനസ് അനലിസ്റ്റായിട്ട് ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യുമായിരുന്നു. ഓക്കെ, എൻ്റെ സെയിൽഫോഴ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ജോയിൻ ചെയ്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് കിട്ടിയത്. കാരണം ഇത് ആർക്കും ചെയ്യാം, പക്ഷേ യു നീഡ് ടു എക്സ്ട്രാ ബിറ്റ് എഫേർട്ട്. ഓക്കെ, യു നീഡ് ടു ഡു extra kind of effort to learn that product, and also you need to learn that how to communicate with stakeholders. So I took an effort. I took in ഓൺലൈൻ കോച്ചിങ് ഉണ്ട് ഹൈദരാബാദ്. അവിടെയാണ് ഞാൻ നമ്മുടെ ഈ ഹൈദരാബാദ് എന്നുള്ളവരുടെ കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. അവിടെയൊക്കെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന $300-400 കൊടുത്താൽ മതി. ദേ വിൽ ടീച്ച് യു എൻഡ് ടു എൻഡ് പ്രോഡക്റ്റ് എനിത്തിങ്. ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരും. അങ്ങനെയാണ് ഞാൻ തുടക്കം അവിടെ നിന്നായിരുന്നു. ഈ പറയുന്ന ഷിഫ്റ്റ് വരുന്ന അവിടെ നിന്നാണ്.
അപ്പോൾ അതിനുശേഷം താങ്കൾ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. Absolutely. പിന്നെ ഈ കോഡിങ്ങിലും കൂടുതൽ ടെക്നിക്കിലോട്ട് പോകാൻ കാരണം എങ്ങനെ? ഓക്കെ, ഞാൻ 2019 ഞാൻ ഈ പറയുന്ന BA അനലിസ്റ്റായിട്ട് ജോലിക്ക് വരുന്നത്. ആ സമയത്തോടെ എന്താ പറയുന്നത് AI ഒക്കെ ഒരു ഉദയം ആ സമയത്ത് വന്നു തുടങ്ങി. സോ എനിക്കിതിൻ്റെ ഒരു ഷിഫ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഐ വാസ് ഇൻവോൾവ് ഇൻ മൈ പ്രോജക്റ്റ്. അങ്ങനെ എൻ്റെ ഒരു ഓഫ് ഷോറിൽ നിന്ന് ഇന്ത്യ എന്നുള്ളൊരു എൻ്റെ ഒരു കോ വർക്കർ ജയ്പൂർ എന്നുള്ളൊരു പയ്യനുണ്ട്. അവനോട് ഒരു 1-on-1 കോൺവെർസേഷൻ ഐ ബിൽഡ് അപ്പ് എ ഗുഡ് റാപ്പ് വിത്ത് ഹിം. അവനോട് പറഞ്ഞു, ഇതും BA എന്ന് പറയുന്ന ജോലിയും അധികം ഉണ്ടാവില്ല. ടു ബി വെരി ഫ്രാങ്ക് അബൌട്ട്, ഓക്കെ, the OpenAI is building like platform, we can do this kind of things not going to work out. നിനക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ഇഫ് യു ബിൽഡ് ടെക്നിക്കൽ സ്കിൽ along with the communication, you can make millions in America. Then അതൊരു പെട്ടെന്നൊരു ഒരു ഇൻഫർമേഷൻ ആയിരുന്നു എനിക്ക്. ഹൗ വിൽ ഐ ബിൽഡ് മൈ ടെക്നിക്കൽ സ്കിൽ അബൌട്ട് ഇറ്റ്. അവിടെ നിന്നാണ് എന്നെ പുള്ളി പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ലേൺ ഐ വിൽ ടീച്ച് യു. ഓക്കെ, വീക്കെൻഡ്സിൽ അദ്ദേഹം പഠിപ്പിച്ചു how to start writing in certain language, അങ്ങനെ JavaScriptും. Then I start learning into like Apex and അതുപോലെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകൾ like I exposed to it. So I got a help because what I'm trying to put is that നമ്മുടെ സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ just don't go ജോലി ചെയ്ത് തിരിച്ചു വരില്ല. You have to build an ecosystem there. ആൻഡ് ഫ്രണ്ട്സിനൂടെ നോട്ട് ഡിസ്കസ് അബൌട്ട് ഏത് സിനിമ റിലീസ് ചെയ്തു അല്ലെങ്കിൽ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ പൊളിറ്റിക്സ്, ഓഫീസ് പൊളിറ്റിക്സ് അല്ല. യു ഷുഡ് ഡിസ്കസ് വാട്ട്സ് മേക്സ് യു നെക്സ്റ്റ് മൂവ് ഫോർവേഡ്. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ കുട്ടികളെ കൊണ്ട് ഇൻഫോസിസ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അവർ കംപ്ലൈൻ്റ് ആണ്. അതായത് എനിക്ക് ഇത്രയും സാലറി ഉള്ളൂ, ഇത്രയും സാലറി ഉള്ളൂ. യു ഹാവ് ടു ഷോ ദ കമ്പനിക്ക് ദാറ്റ് യുവർ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഉണ്ടാകും. യു ആസ് എ ഫോം എ ഗ്രൂപ്പ് ആൻഡ് ഷെയർ ഐഡിയാസ്. യുവർ ഐഡിയാസ് എന്ന് പറയുന്നത് ഞാൻ ഈ മറ്റേ ഐഡിയ അല്ല പറയുന്നത്, ഈ പറഞ്ഞ പുറത്തെ ഐഡിയ അല്ല പറഞ്ഞത്. വിത്തിൻ ദ ഗ്രൂപ്പ് ഇറ്റ്സ് ഓഫ് സ്റ്റാർട്ട് ഷാർപ്പൻ യുവർ സ്കിൽസ്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തരും. കമ്പനി ഈസ് വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഓൺ യു. സോ എൻ്റെ കേസ് എന്ന് പറയുന്നത് I got somebody and he was good enough to teach me the language. And weekends, almost all the weekends I was studying this. He was willing to teach me. I paid him, but he was kind enough to teach me. That's my first jump into a technical side, from a non-technical field to technical side. So 1 year I was with him. അപ്പോൾ അതിനുശേഷം താങ്കൾ സ്വന്തമായിട്ട് ടെക് കമ്പനി ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഡെവലപ്പറായി കയറി. ഫ്രം എ BA ഐ ബിക്കം എ ഡെവലപ്പർ. അങ്ങനെ സോൺസ് ഐ ബിക്കം എ ഡെവലപ്പർ. ബിസിനസ് ഈസ് ഇൻസൈഡ് മീ. ഐ ലേൺ ദിസ് ഫ്രം പഠിച്ചു വിടുന്നു. ഐ വാസ് സ്റ്റിൽ വർക്കിംഗ് വിത്ത് ഗുജറാത്തീസ്. അവരെന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഓൾവേസ് തിങ്ക് ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ. ഹൗ വി ക്യാൻ ജോലി ചെയ്യാമെന്നല്ല, ഹൗ വി ക്യാൻ മേക്ക് പീപ്പിൾ വർക്ക്. അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു ടെക് കമ്പനി തുടങ്ങണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് എക്സ്പോഷർ ഇല്ല. സോ ഒരു വർഷം ഞാനൊരു ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു BA എക്സ്പോഷർ ഉണ്ട്, ഡെവലപ്പറിൻ്റെ എക്സ്പോഷർ ഉണ്ട്. നെക്സ്റ്റ് ഈസ് വാട്ട്, ഫോം ഓൺ കമ്പനി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഐ ക്യാൻ സ്റ്റാർട്ട് ഇംപ്ലിമെൻറ്റേഷൻ, സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ പോകുന്നത് മൈ പാർട്ട്ണർ, മൈ ഹോൾ കൊളീഗ്. ഞാൻ ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഐ ക്യാൻ സ്റ്റാർട്ട് മൈ കമ്പനി ഹിയർ. ഞാൻ ഗ്രീൻ കാർഡിലാണ്, എനിക്ക് ഓതറൈസ്ഡ് ആണ് കമ്പനി തുടങ്ങാൻ. ലെറ്റ്സ് പിച്ച് ഫോർ ഇറ്റ്. ഐ ഹാവ് ടെക്നിക്കൽ സ്കിൽ, ഐ ഹാവ് മൈ ഓതറൈസേഷൻ, യു ഹാവ് ടെക്നിക്കൽ സ്കിൽ. വാട്ട് സ്റ്റോപ്പിംഗ് us to start? If he can do, why not us? അങ്ങനെ ഒരു തുടക്കം. ആദ്യകാലങ്ങളിൽ ഓഫ് കോഴ്സ് ഞങ്ങളുടെ കണക്ഷൻസ് യൂസ് ചെയ്തു. ഞങ്ങളുടെ പ്രീവിയസ് ചെയ്ത പ്രോജക്റ്റുകളിലെ മാനേജേഴ്സോ അല്ലെങ്കിൽ അവരെ ഞങ്ങൾ പിച്ച് ചെയ്തു. വി ആർ സ്റ്റാർട്ടിങ് ദിസ് കൈൻഡ് ഓഫ് ഇനീഷ്യലി അത്ര നമ്മൾ തുടങ്ങുമ്പോൾ ആരും അത്ര ഹെൽപ്പ് ചെയ്യുന്നു വരില്ല. ബട്ട് വി ഗോട്ട് കണക്ഷൻസ്. അതാണ് ഞാൻ പറയുന്നത്, ചില സമയത്ത് നമുക്ക് ലക്ക് വരും. വി ഗോട്ട് എ ക്ലയൻറ്റ് ഹൂ അവർക്കൊരു ഫുൾ ടൈം ഒരു ക്ലയൻറ്റിനെ ഹയർ ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. സോ ദേ ലുക്കിംഗ് ഫോർ സമൺ ടു ഓൺ കോൾ. അവർക്ക് പ്രശ്നം വരുമ്പോൾ ഒരു ടീമിനെ ഹയർ ചെയ്യുക, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ രീതിയിലായിരുന്നു ഒരു ടീമിനെ കിട്ടി. അതായിരുന്നു നമ്മൾ തുടക്കം എന്ന് പറയുന്നത്. സോ ദെൻ he helped me when I was need, so I put him as my partner. That's a took off. Then again, that's where. അപ്പം നമ്മൾ പലപ്പോഴും സംസാരിച്ചപ്പോഴും എപ്പോഴും ഇതും പറയാറുണ്ട്, ഈ ഇവിടെ വരുന്ന ഇന്ത്യക്കാർ ഇപ്പോൾ സ്റ്റോറിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഇവർക്ക് ഭയങ്കര മ്ലാനതയാണ്. പക്ഷെ ഇവിടെയുള്ള അമേരിക്കൻസ് ഒക്കെ സ്റ്റോറിക്ക് വളരെ സന്തോഷിച്ചു. ഇതിൻ്റെ കാര്യം എന്ത്? ഡിപ്രഷനാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ടു മച്ച് ഓഫ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാരണം ദേ കം ഫ്രം ഇന്ത്യ. ഓക്കെ, അതേന്ന് പറയാൻ പറ്റില്ല, എന്നെ ഇൻക്ലൂഡ് ചെയ്തു. കാരണം ഞാനൊക്കെ ഇന്ത്യയിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു യു ലാൻഡ് JFK അല്ലെങ്കിൽ ടൊറൻറ്റോ, ഹിത്രോ, ആ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലൈഫ് യു സെറ്റിൽ. അങ്ങനെയാണ് ഈ കൺസൾട്ടൻസീസൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ ലൈഫ് ഞാൻ പറഞ്ഞത് ഡിഫിക്കൽട്ടാണ് ആക്ച്വലി. യു ഹാവ് ടു അഡാപ്റ്റ് ചെയ്യണം. എന്താണോ മാർക്കറ്റ് വേണ്ടേ അഡാപ്റ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് റീറ്റെയിൽ പ്രസൻസ് ഉണ്ട്. ഓക്കെ, എൻ്റെ കടയിൽ ഒരു പയ്യൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവനൊരു ഗുജറാത്തിയാണോ.
അവൻ 2023 ഓഗസ്റ്റിൽ പഠിക്കാൻ വന്നു ഇവിടെ. ഓക്കെ, പഠിക്കാൻ വന്നു. അവൻ എങ്ങനെ ജോലിയൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ കടയിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്ത് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ വന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് അവനെ ജോലിക്ക് പറ്റി. അപ്പോൾ ഞാൻ അവനോട് ഒരു ദിവസം ഇങ്ങനെ കടയിൽ ചെന്നപ്പോൾ അവൻ ഭയങ്കര ഡിപ്രഷൻ, മുഖത്തൊരു മ്ലാനത കാണാം. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് എൻ്റെ അല്ല. ഡോണ്ട് തിങ്ക് ദാറ്റ് അമേരിക്കയിൽ നീ വന്നിരിക്കുന്നത് ഒരു കടയിൽ നിന്ന് ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനോ അതൊന്നുമല്ല. ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. ബട്ട് മേക്ക് ഷുവർ യു ലേൺ ഫ്രം ഹിയർ. ദിസ് ഇസ് എ ബിസിനസ്. ഓക്കെ, ഈ ബിസിനസ് നീ പഠിക്കേ. എന്നോട് പറഞ്ഞു, യു ലേൺ ദിസ് ബിസിനസ്, വി വിൽ ഇൻവെസ്റ്റ് ഫോർ യു, വി വിൽ ഡു സംതിങ് ഫോർ യു. അവൻ പഠിക്കാൻ വന്നു. ഹീ ഈസ് എ പാർട്ട്ണർ ഇൻ വൺ ഓഫ് എ ബിസിനസ്. Okay, me and one of my other partner invest in retail business. He has no investment because ഒരു 1.5 വർഷം ആ പയ്യൻ കാണിച്ചു തന്നു he can lead a business. So that's ഈ മ്ലാനത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാ, ഓക്കെ ഐ വിൽ ഓൺലി ഡു. അങ്ങനെയല്ല. ബി ഓപ്പൺ ഫോർ എനിത്തിങ്. അവൻ ഒരു പക്ഷെ അവൻ ഇന്നൊരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ ആ കമ്പനി വർക്ക് ചെയ്യുന്നു, വൈകുന്നേരം ഇവിടെ ഒന്ന് ഈ കടയിൽ മാനേജ് ചെയ്യുന്നു. വാട്ട് സ്റ്റോപ്പിംഗ് യു? സോ നെവർ തിങ്ക് ദാറ്റ് ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫ് കൂടിയായിരിക്കുന്നില്ല. ആ ബിസിനസ് പഠിക്കുക. അവിടെ എത്ര രൂപയ്ക്ക് പെട്രോൾ വാങ്ങുന്നു, ഓക്കെ എത്ര രൂപയ്ക്ക് ഗ്യാസ് വാങ്ങി അവൻ വിൽക്കുന്നു, ആ പ്രോഫിറ്റ് മാർജിൻ, ആ കടയിൽ എന്തൊക്കെ വിറ്റ് പോകുന്നു, അതിൻ്റെ റൈറ്റ് ഇറ്റ് നോട്ട് സംബർ, കീപ് ഇറ്റ് ആൻഡ് പിച്ച് ടു സംബഡി. നാളെ ഒരു ഇൻവെസ്റ്റർക്കാണ് മലയാളി. അപ്പോൾ ഒരുപാട് മലയാളി അച്ചായന്മാർ കൂടെ കാശുള്ള അച്ചായന്മാരുണ്ട് ഒരുപാട്. എനിക്ക് സുഹൃത്തുക്കളൊക്കെ പരിചയമുണ്ട്. പിച്ച് ചെയ്യുക. ഞാൻ ഒരു 2 വർഷം എനിക്ക് എക്സ്പോഷർ ഉണ്ട്. ഒരുപാട് മലയാളീസ് ഒന്നും അറിയില്ല. ദേ ഡോണ്ട് നോ വാട്ട്സ് ഹൗ ദിസ് ബിസിനസ് വർക്ക്സ്. അവർക്കറിയാം നടക്കുന്നുണ്ട്, പക്ഷേ ഫ്രെയിം വർക്ക് അവർക്കറിയില്ല, പ്ലാറ്റ്ഫോം അറിയില്ല. പിച്ച് പറയാം, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 2 വർഷമുണ്ട്, ഇതറിയാം ഇവിടുന്ന് വാങ്ങുന്നു, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഐ വിൽ വർക്ക് ആസ് എ ഫുൾ ടൈം എംപ്ലോയി. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ ഈ നാട്ടിൽ ഇത് പഠിക്കാൻ വരുന്നവരുടെ ജോലിക്കൊക്കെ ഗ്രീൻ കാർഡ് കിട്ടി ഇവരുടെ ധാരണയുണ്ട് ഇവിടെ വന്നിറങ്ങിയാൽ എല്ലാമായി. ഒരിക്കലുമല്ല. വളരെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മലയാളികൾ, ഇന്ത്യക്കാരെ കുട്ടികളുമുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട സംഭവം, നിങ്ങളിവിടെ വരുമ്പോൾ എന്തും ചെയ്യാൻ തയ്യാറാകണം, ഇവിടുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. ഇവർക്ക് എന്താണ് റിക്വയർമെൻറ്റ് അത് ഡെലിവർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അപ്പം അങ്ങനൊരു മനസ്ഥിതി ഉള്ളവർ മാത്രമേ ഇവിടെ വരാവൂ. അതാണ് ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.